നമ്മൾ മനുഷ്യൻ എന്ന് വെച്ചാൽ കഥ പറയാനായിട്ടിരിക്കുന്ന മനുഷ്യരാണ്. നമ്മൾ വേറൊരു മനുഷ്യരുടെ നിന്നും കഥ കേൾക്കാനായിട്ടിരിക്കുന്ന മനുഷ്യരാണ് ഇതിൽ. ലാലാണെങ്കിലും ഏറ്റവും സിമ്പിളായിട്ടാണ് ലാൽ എഴുതുന്ന സാധനം. കഥ പറച്ചിൽ എന്ന് പറയുന്ന പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആണല്ലോ അതിൻ്റെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും. അപ്പം നമ്മൾക്ക് എനിക്ക് അതിൻ്റെ ഫലപ്രാപ്തിയെ സംബന്ധിച്ചൊക്കെ എനിക്ക് എപ്പോഴും സംശയങ്ങളുണ്ട്. നമ്മൾ നല്ല കഥ പറച്ചിലുകാരനാണോ അല്ലയോ എന്ന്. അപ്പോൾ അതിനെയൊക്കെ ഭേദിക്കാൻ വേണ്ടി നടത്തുന്ന ചില അഭ്യാസങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ആര്യവായ് മൊഴിയിൽ പാതിവെന്ത ശരീരങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം എനിക്ക് പൊക്കം ഭയങ്കര ഭയമാണ്. ഈ പൊക്കം ഭയം. പക്ഷേ ഞാൻ ഇത്രയും പൊക്കമുള്ള ഈ കാറ്റാടി യന്ത്രത്തിൻ്റെ നടുക്കൂടെ ഞാൻ കയറിപ്പോയി അയാളെൻ്റെ കൈ പിടിച്ചപ്പോൾ എൻ്റെ കൈയൊക്കെ ഒന്ന് വിറക്കിയ കാര്യം എനിക്കറിയാം. വീണ് പോകാമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര. പക്ഷേ അതൊരു കഥയുടെ ഒരു സാധ്യതയാണെന്നും ആ കാഴ്ചയെന്ന് പറയുന്നത് വേറൊരു കഥാകൃത്ത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാഴ്ചയാണെന്നുള്ളതും അത് നമ്മുടെ ഒരു റീഡർക്ക് അതൊന്ന് അവർക്കൊന്ന് കൊടുക്കണമെന്നുള്ളൊരു തോന്നലാണ്. എന്നുവെച്ചാൽ അതാണ് ഞാൻ നേരത്തെ നമ്മുടെ പരിമിതികൾ നമ്മൾ ഭേദിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമുക്ക് വേറെ വലിയ ലോകൈക കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടോ ഇത് ചെയ്യാനായിട്ടോ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ കയറിപ്പോയി ചെയ്തതിൻ്റെ ഒക്കെ ഒരുപാട് ഇത് ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം വിചിത്രമായ കഥാപാത്രങ്ങളും ഇവരുമൊക്കെ വരുന്നത്. എനിക്ക് അങ്ങനെ ഒരു പേടി ആദ്യം മുതലേ ഇല്ല. ഞാൻ ഒരു 2005 ഒരു മാതൃഭൂമിയിലൊരു ഫീച്ചർ തന്നെയാണ് എഴുതിയായിരുന്നു. ഇതെല്ലാം ആൾക്കാരെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ എഴുത്തുകാരെ ഭയപ്പെടുത്തി ഇട്ടിരിക്കുന്ന ഓണറസാണ് പ്രേതകഥ. നമ്മൾ എഴുതിയിട്ടുള്ള നല്ല പ്രേതകഥകളും യക്ഷിക്കഥകളും മാന്ത്രിക കഥകളും ഒന്നും നമുക്ക് പലർക്കുമേ നമ്മുടെ മലയാളിക്ക് അത് വളരെ സുപരിചിതമായ സംഗതിയാണ്. നമ്മൾ ഹാരി പോട്ടർ തച്ചിനിരുന്ന് വായിക്കുകയും നമ്മുടെ വി തമ്പിയുടെ ശ്രീകൃഷ്ണ പരന്ത് ഒരു മോശം കൃതിയാണെന്നുള്ള രീതിയിൽ എനിക്കത് അങ്ങനെ അല്ല. അതെ ഐതിഹ്യമാല എന്തെല്ലാം സാധനം അതാണ് പറഞ്ഞത്. അപ്പം എനിക്കതിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെ അകത്ത് മാസികകൾ പോലും ഞാൻ അങ്ങനെ കാണുന്നില്ല. ഞാനിപ്പം വനിതാ മാസികകൾ ഞാൻ വനിതയിലും ഗൃഹലക്ഷ്മിയിലും മനോരമ വീക്കിലിയിലും മാതൃഭൂമി വീക്കിലിയിലും ദേശാമാന്യ വീക്കിലിയിലും മാധ്യമ വീക്കിലിയും ഒക്കെ എഴുതാം നമുക്ക്. നമ്മുടെ ഒരു പ്രസൻറ്റേഷനുള്ളൊരു സ്പേസ് എന്നുള്ളതിലേക്ക് മാത്രമേ ഉള്ളൂ. എന്തിനാണ് ഇത്തരത്തിലൊക്കെ ഉള്ള അല്ലെങ്കിൽ വായനക്കാർ ഇത്തരത്തിലാണ് മറ്റേതില്ല. കഥ പറച്ചില്ലെന്ന് പറയുന്നൊരു സംഗതിയാണ് പ്രധാനം. ആ കഥയെ അവരെ ആകർഷിക്കുക എന്നുള്ളതാണ്. പോവില്ല. അപ്പം എനിക്ക് തോന്നിട്ട് ഈ കഥയാണ് ആളുകൾ അതാണ് കഥയില്ലെങ്കിൽ പോയി. നമ്മളിപ്പോൾ ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിൽ പുതിയ കഥ ഉണ്ടാവുന്നില്ല. എന്നുവെച്ചാൽ അവർ ബോറടിച്ച് ആകപ്പാട് ഇതായി പോകത്തില്ലേ. അപ്പോഴാണ് പല അന്തചിത്രങ്ങളും പല സാധനങ്ങളും വരുന്നത്. നല്ല കുറേ ഗോസിപ്പുകളോ നല്ല കുറേ കഥകളോ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് കുറേ